ഹായ് ഹലോ പുട്ടും കടലയും മുട്ടയും കണ്ടുകൊണ്ട് ആരും വിചാരിക്കേണ്ട വോട്ട ഈറ്റിനെ ഡേ ആണെന്ന്. ഇത് വോട്ട ഈറ്റിനെ ഡേ അല്ല. ഈ ഫുഡും കഴിച്ചുകൊണ്ട് ഞാൻ എന്തായാലും രാവിലെ കോളേജിൽ പോകാനായിട്ട് അങ്ങ് ഇറങ്ങിയതാ. ഇന്ന് സ്കൂളിലെ ഫസ്റ്റ് യൂണിഫോം ഡേ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് ചെറപറ എന്തൊക്കെയോ പറയാൻ കേട്ടോ പാലു. അങ്ങനെ അവളെ ഒരുക്കി റെഡിയാക്കി എന്തായാലും മഞ്ഞി അവളെയും കൊണ്ടങ്ങ് വണ്ടി കയറ്റി വിടാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാരഥിയുമായിട്ട് നേരെ അങ്ങ് ഇറങ്ങി കല്ലുവാതുക്കലെത്തി. അവിടെ എൻ്റെ സ്ഥിരം വാഴയുടെ മുട്ടിൽ വണ്ടി വെച്ചിട്ടുണം പോവാൻ. ദാ ഒരുത്തി മഞ്ഞക്കുഞ്ഞിൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും കോളേജ് ജംഗ്ഷനിലെത്തി. എനിക്കിന്ന് എസ് കോളേജ് വരെ ഒന്ന് വരണമായിരുന്നു. കുറച്ച് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി വന്നതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഈ വഴിയോരം മൊത്തം നനഞ്ഞ് കുതിർന്ന് കിടക്കുവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും. മഴയെല്ലാം തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ അല്ലേ. എസ് എൻ കോളേജിൽ പഠിച്ചിട്ടുള്ളവർക്കും പോയിട്ടുള്ളവർക്കും ഒക്കെ അറിയാം. അങ്ങനെ എന്തായാലും ഞാൻ പോയ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞ് നേരെ അങ്ങ് ഇറങ്ങി. എനിക്ക് തിരിച്ച് കോളേജിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും നല്ല വിശപ്പായി. പുട്ടും കടലയും ദഹിച്ചെന്ന് തോന്നുന്നു. പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ മെലൻ്റെ ജ്യൂസ് കുടിച്ചു. നല്ല കിടിലൻ ജ്യൂസായിരുന്നു കേട്ടോ. സ്ട്രോ എൻ്റെ വാങ്ങി അങ്ങോട്ട് പോണില്ലായിരുന്നു. ചുണ്ടി തന്നെ ഒട്ടിയിരിക്കുന്നു. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കഴിഞ്ഞ ശേഷം ഞാൻ എന്തായാലും ബസ്സിൽ കയറി നേരെ അങ്ങ് കോളേജിലെത്തി. ബ്രേക്കിൻ്റെ കട്ടൻ ചായ മസ്റ്റ്. അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് തൊണ്ടവേദന എടുക്കും കേട്ടോ. ചൂടുവെള്ളം കുറച്ച് ചെല്ലുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമാണ്. അങ്ങനെ എന്തായാലും അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് കട്ടൻ ചായയൊക്കെ അടിച്ച ശേഷം നേരെ ക്ലാസ്സിന് പോയി. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയമായി. ആഹാ വീണ്ടും സന്തോഷമായി. അങ്ങനെ എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചെറുതായിട്ട് ഡയറ്റ് നോക്കുന്നുണ്ട് തന്നെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാം ബസ്മതി റൈസ് എടുക്കും. പിന്നെ ഇന്ന് സന്തോഷം എനിക്ക് മീൻകറി ഉണ്ടല്ലോ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ. ഞാൻ രാവിലെ മീൻകറി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ മീൻകറി എടുത്തിട്ട് പോകും കേട്ടോ. ചൂടോടുകൂടി മീൻകറി കൊണ്ടുപോകും. പക്ഷേ കഴിക്കാറാകുമ്പോഴത്തേക്ക് തണുത്ത് വിറങ്ങലിച്ചിട്ടുണ്ടാവും. പിന്നെ ഇന്ന് മോരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നു. എന്തായാലും ചോറെല്ലാം അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ക്ലാസ് പിന്നെ വേറെ കുറേ വർക്കുകൾ ആക്ടിവിറ്റീസായിട്ട് അങ്ങ് പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങാറായി കേട്ടോ. അപ്പം ഇറങ്ങി നേരെ ഇങ്ങോട്ടത്തേക്കാണ് ജിമ്മിലേക്ക് പോകണം. അപ്പം കോളേജിൽ എൻ്റെ സ്റ്റാഫ് റൂമിനോട് ടെറ്റേ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ജിമ്മിലും പോയി തിരിച്ചിറങ്ങിയപ്പോഴത്തേനും എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്ഥിരം കല്ലുവാതുക്കലത്തെ കടയിൽ നിന്ന് പച്ചക്കറിയും വാങ്ങിച്ചു. തിരിച്ച് വാഴയുടെ മൂട്ടിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ വണ്ടിയും എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ കാണാം അവിടെ ധൃതിയായിട്ടുള്ള ഹോംവർക്ക് പരിപാടികൾ നടക്കുക. ബാലയ്ക്ക് വൈകുന്നേരം വന്നുടനെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അവൾ കിടന്ന് ഉറങ്ങിക്കളയും. അപ്പം മന്നെ എന്തായാലും പിടിച്ചിരുത്തി എഴുതിക്കുമായിരുന്നു. ഞാൻ വന്നപ്പോൾ അതും ഇതും എന്തൊക്കെയോ പഠിച്ച കാര്യങ്ങളൊക്കെ തട്ടി വിടുന്നുണ്ടായിരുന്നേ. പിന്നെ ഇനി എന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വന്ന് ഇനി അത്താഴം കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം നോക്കിയപ്പോൾ ഒന്നുമില്ല. പോയി ചട്ടപ്പടയുന്നൊരു ചപ്പാത്തിയും കുക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക ഉണ്ടെങ്കിൽ അത് കളയാൻ പറ്റത്തില്ലല്ലോ. എന്ത് ചെയ്യാനാ. ചപ്പാത്തിയുടെ കൂടെ ഇച്ചിരി ചക്കയും ഇച്ചിരി മീൻകറിയും പിന്നെ കുറച്ച് സാലഡും കൂട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നറും അങ്ങ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ ബൈ.